പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ വീണ്ടും ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി വരുൺ എത്തുന്നുവെങ്കിലും കൺമണി തൻ്റെ കൂടെ വരുന്നതിന് പകരം കൃഷിൻ്റെ കൂടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ആകെ വിഷമിപ്പിച്ചിരിക്കുകയാണ് വരുണിനെ. ഇതേ തുടർന്ന് അവിടേക്ക് എത്തുന്ന അമ്മായിമാരും ഏഷണി പറഞ്ഞു കൊടുക്കുകയാണ് വരുണിനോട്. ഇതോടെ വരുണിന് കൂടുതൽ വാശി കയറുകയാണ്. തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിനർത്ഥം എന്താണ്? തന്നോട് താല്പര്യമില്ല എന്തു തന്നെ അല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് വരുൺ. മാത്രവുമല്ല, കയ്യും കെട്ടി നിന്നിട്ട് ഇനി കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്ന വരുൺ പ്രതികരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ്. കൺമണി എൻ്റെ പെണ്ണാണ്, അതുകൊണ്ട് തന്നെ അവളെ ഞാൻ സ്വന്തമാക്കും. ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആരും ഇതിൽ അവകാശം പറഞ്ഞ് വരികയും വേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോവുകയാണ് വരുൺ. ഇതോടെ അമ്മായിമാർ പറഞ്ഞതെല്ലാം ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ കൺമണിക്ക് നല്ലൊരു അടി കിട്ടുന്നത് കാണാമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ഇതേ തുടർന്നാണ് വരുണിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. അഭിഷേകിന്റെ കാർ തടഞ്ഞു നിർത്തിക്കൊണ്ട് തൻ്റെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന വരുൺ കൺമണിയെ ചെന്ന് കാണുന്നു. നീ ഓഫീസിലേക്ക് എൻ്റെ കൂടെ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് വിളിക്കുന്നത്. നിനക്ക് എന്താണ് എൻ്റെ കൂടെ ഓഫീസിലേക്ക് വന്നാലുള്ള പ്രശ്നം? ഇത് കേൾക്കുന്ന കൺമണി, ഞാൻ വരുണിനെ കണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് കൃഷ് സാർ വണ്ടി നിർത്തിയപ്പോൾ അതിൽ കയറിയത്, അല്ലാതെ യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതെ എൻ്റെ കൂടെ നീ ഇപ്പോൾ തന്നെ വരണം. എൻ്റെ ഭാര്യയായി നീ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് എനിക്ക് ഇപ്പോൾ അറിയണം. കൃഷിൻ്റെ കൂടെയല്ല, എൻ്റെ കൂടെ വേണം നീ എൻ്റെ കാറിൽ ഓഫീസിലേക്ക് പോകാൻ. കാരണം ഇത് ഒരു ദിവസത്തേക്കല്ല, നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ ഈ വണ്ടിയിലാണ് ഞാൻ കൊണ്ടുപോയി ഓഫീസിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കൂടെ വരാൻ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്നോട് പറയണം. എനിക്ക് എല്ലാ കാര്യവും ഇവിടെ വെച്ച് അറിയണം. ഇനി കൂടുതൽ ചർച്ചയ്ക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് വരുൺ ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കൃഷ് വ്യക്തമാക്കുകയാണ്. എന്തിനാണ് വരുൺ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വരുൺ, അവൾ ഞാനൊരു ലിഫ്റ്റ് കൊടുത്തപ്പോൾ കയറിയെന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്ന വരുൺ, ഞങ്ങളുടെ പേഴ്സണൽ വിഷയത്തിൽ പുറമേ നിന്നുള്ള ഒരാൾ ഇടപെടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അത് കൃഷായാലും മറ്റ് ഏതവനായാലും. ഞാൻ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി പ്രൈവസി നൽകിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. എന്താ കൺമണി, നിന്റെ തീരുമാനം പറയൂ, എനിക്ക് വേറെ പണിയുണ്ട്. ഇതോടെ കൺമണി, വരുൺ നിൽക്കൂ, ഞാനുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണ്. നിസ്സഹായ ആയിക്കൊണ്ട് അവൾ കൃഷിനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ തൻ്റെ മുന്നിൽ നിന്ന് കൺമണിയെയും കൊണ്ട് വരുൺ പോകുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് തൻ്റെ മനസ്സിലൊരു വേദന അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൃഷ് തിരിച്ചറിയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. തനിക്ക് എന്താണ് പറ്റുന്നത് എന്ന് കൃഷ് ആലോചിക്കുകയും കൺമണി പോയപ്പോൾ തൻ്റെ മനസ്സിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടില്ലേ എന്ന് കൃഷ് ആലോചിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ് തിരിച്ചറിയുകയാണ് കൺമണിക്ക് വേണ്ടി തൻ്റെ മനസ്സിൽ എന്തോ ഒരു സ്നേഹം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അത് താൻ എത്രയൊക്കെ
അവഗണിച്ചാലും അത് അവിടെ തന്നെയുണ്ട്. കാരണം എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യും ഞാൻ എന്ന ചോദ്യവും അവിടെ ബാക്കിയായതിനെ തുടർന്ന് വേദനയോടെ വരുൺ കൺമണിയെ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമാണ് സാധിക്കുന്നത്. ഇതേ തുടർന്ന് കൃഷ് തിരികെ ഓഫീസിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയുമാണ്. ഇതേ തുടർന്ന് ഓഫീസിലേക്ക് കൺമണി എത്തിയതിനെ തുടർന്ന് കൺമണിയെ വീണ്ടും ചെന്ന് കാണുന്നതിനായി കൃഷ് തീരുമാനം എടുക്കുകയും അവിടേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. അവിടെ വെച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്ന കൃഷ്, കൺമണി, ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല നിനക്ക് ലിഫ്റ്റ് തന്നത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ കാരണം തകരണം എന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. അത് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന കൺമണി, കൃഷ് സർ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഇതെല്ലാം വരുണിന്റെ പ്രശ്നം തന്നെയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് കൃഷ് സാറിന് ഇതിൻ്റെ പേരിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാപ്പ് ചോദിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ കൃഷ് സാർ അല്ല എന്ന് പറയുകയും കൃഷ് സാറിന് അങ്ങനെയൊക്കെ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നതിൽ എനിക്കും വിഷമമുണ്ട് എന്ന് അറിയിക്കുകയാണ് കൺമണി. വരുണിൻ്റെ ആ മിസ്ബിഹേവിയറിന് ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണി ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷ്. കൃഷിന്റെ അപ്രതീക്ഷിതമായ ഈ പ്രതികരണം കൺമണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. സാഗർ സുമിത്രയെ കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന സാഗർ സുജയെ ചെന്ന് കാണുകയും സുജയോട് സുമിത്ര തിരികെ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.